നീ എന്താ ആദ്യം പറഞ്ഞത്? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസം വരാത്തതുപോലെ ഒന്നുകൂടി ഡേവിഡ് ചോദിച്ചു. നിങ്ങൾക്ക് ആരോടും കടുത്ത പ്രേമമാണെന്ന് ഒന്നുകൂടി ആൽബി പറഞ്ഞു. അത് വേറെ ഏതൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആകാംക്ഷയോടെ വീണ്ടും ആൽബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പോയിരുന്നു ഡേവിഡ്. അവൻ്റെ ചോദ്യവും മുഖഭാവവും ഒക്കെ കണ്ട് ആൽബിക്ക് എന്തോ പന്തികേട് തോന്നി. ഇതെന്നതാ ഇച്ചായ, നിങ്ങൾക്കിതൊന്നും അറിയാത്ത പോലെ? നിങ്ങൾ പ്രേമിച്ചിട്ടില്ലേ? ആ ക്ലാര ചേച്ചിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നിയത്? അതൊക്കെ തന്നെ തോന്നും, അല്ലാതെന്ത്? എനിക്ക് അവളോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. അവളെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം, ഒരു നല്ല പാവയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ. മാത്രമല്ല, അന്നത്തെ പ്രായമാണോ എനിക്കിപ്പോൾ? എനിക്ക് കുറച്ച് പക്വതയൊക്കെ വന്നില്ലേ? അവൻ പറഞ്ഞു. 10-30 വയസ്സുള്ള പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷനായ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയെങ്കിൽ ഇല്ലെങ്കിലാണ് അത്ഭുതം. വീട്ടുകാരോട് പറ നിങ്ങളെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ. ആൽബി പറഞ്ഞു. എടാ, നീ ഒന്ന് സീരിയസ് ആയിട്ട് പറ, വേറെ എന്തൊക്കെയാണ് നമുക്ക് തോന്നുന്നത്? ഡേവിഡ് വീണ്ടും ചോദിച്ചു. ഈ മനുഷ്യൻ ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിക്കണോ ഞാൻ? നിങ്ങൾക്ക് ആ ആളിനെ എപ്പോഴും കാണാൻ തോന്നും. ആ ഒരാളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാൻ തോന്നും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ എൻ്റെ നീതു കൊച്ചിനെ ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കുന്നത്? ആ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ഫീലാ. അവൻ ചെറു ചിരിയോടെ പറഞ്ഞു. നീതു അവൻ്റെ പ്രണയിനിയാണ്. അവൾ ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. രണ്ടും കൂടി ഇടയ്ക്കിടെ ഫോൺ വിളിക്കുന്നത് ഡേവിഡും കാണാറുണ്ട്. അത്ര താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചധികം ചോദിച്ചിട്ടില്ല എന്നു മാത്രം. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളിൽ കൂടിയും ഇന്നൊരു ദിവസം താൻ കടന്നുപോയി എന്ന് ഡേവിഡ് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ തനിക്ക് അവളോട് പ്രണയമാണോ എന്ന് ഒരു ഉൾക്കിടലത്തോടെ അവൻ ചിന്തിച്ചു തുടങ്ങി. ആരോടാ ഇച്ചായ? റെബേക്കയോടാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ആൽബി ചോദിക്കുന്നുണ്ട്. നിനക്ക് ഈ ഒരൊറ്റ കാര്യമേ എന്നോട് ചോദിക്കാനുള്ളോ? അല്ല ഇച്ചായ, ആ കൊച്ചിനോട് ഇത്രയും ഫ്രീ ആയിട്ട് ഇടപെടുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പോരാത്തതിന് ഇച്ചായനുമുണ്ട് ഒരു മാറ്റം. അവളെ കണ്ടിട്ട് വന്നതിന് ശേഷം അന്ന് നിങ്ങൾ മനസ്സിന് സുഖമില്ലാതെ കുടിക്കാൻ വന്നത് ഓർക്കുന്നുണ്ടോ? ആൽബി അത് പറഞ്ഞപ്പോൾ ഡേവിഡ് ആ ദിവസം പെട്ടെന്ന് ഓർമ്മിച്ചെടുത്തു. അന്നല്ലേ റോസ്മിയെ പെണ്ണ് കാണാൻ അവർ വന്നത്? അറിയാതെ ചോദിച്ചു പോയിരുന്നു ഡേവിഡ്. ആഹാ, റോസ്മിയെ പെണ്ണ് കാണാൻ ആൾ വന്നോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ? വലിയൊരു പരിഭവം പോലെ ആൽബി പറഞ്ഞു. അവൻ ആ നിമിഷം മറ്റൊരു ചിന്തയിലായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അന്നത്തെ തൻ്റെ അസ്വസ്ഥതയുടെ കാരണം എന്തായിരുന്നുവെന്ന്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പലതും ഇപ്പോൾ ഡേവിഡിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെ, തനിക്ക് റോസ്മിയോട് പ്രണയമാണ്. കറകളഞ്ഞ പ്രണയം. ആലോചിച്ചതും വല്ലാതെ തല പെരുക്കുന്നത് പോലെ തോന്നി ഡേവിഡിന്. എന്നത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ആൽബി ഒന്ന് വിളിച്ചു. എന്നതാടാ? ഞെട്ടി എഴുന്നേറ്റ് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഇച്ചായൻ എവിടെയെങ്കിലും കൊളുത്തിയോ? ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നുണ്ട് ആൽബി. അങ്ങനെയൊന്നുമില്ല, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതാ. എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, ഇവിടുന്ന് കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ. ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആൽബി പറഞ്ഞു. ഞാനും കൂടെ വരാം. ഡേവിഡ് പറഞ്ഞു. നിങ്ങളിന്ന് കുടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ആൽബി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇന്ന് കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല, അവൻ പറഞ്ഞു. അപ്പോൾ റോസ്മിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ? ആൽബി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? അത്രയും പറഞ്ഞവൻ വണ്ടി തിരിച്ചു. കൂപ്പിലേക്ക് ചെല്ലുമ്പോൾ സക്കറിയ ചേട്ടൻ എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കുമുള്ളത് സക്കറിയ ചേട്ടനാണ് ഒഴിച്ചത്. അവരുടെയൊക്കെ അരികിൽ ഇരിക്കുമ്പോഴും മനസ്സ് തൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് ഡേവിഡ് അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാണ്! ഇത്രയും കാലം പെങ്ങളാണെന്നും പറഞ്ഞ് നടന്നൊരു കൊച്ചിനോട് പ്രേമമാണെന്ന് എങ്ങനെയാണ് ആരോടെങ്കിലും പറയുന്നത്? ഈ ഒരു കാര്യം ആൽബിയോട് പോലും പറയാൻ അവന് ഭയം തോന്നിപ്പോയിരുന്നു.
മറ്റുള്ളവർ തന്നെ ഏത് രീതിയിലായിരിക്കും കാണുന്നതെന്നൊരു ചിന്ത. എല്ലാത്തിലും ഉപരി റോസ്മിയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇച്ചായെ എന്നവൾ വിളിക്കുന്ന വിളിയിൽ പോലും അങ്ങേയറ്റം ആത്മാർത്ഥമാണ് ഉള്ളത്. തൻ്റെ അരികിൽ നിൽക്കുമ്പോൾ സുരക്ഷിതത്വമാണ് അവൾ അനുഭവിക്കുന്നത്. ആ താൻ തന്നെ അവളെ മറ്റൊരു കണ്ണോടെയാണ് കണ്ടതെന്ന് അവൾ അറിഞ്ഞാൽ അതാലോചിക്കുമ്പോൾ തന്നെ ഡേവിഡിന് തല പെരുത്തു പോയിരുന്നു. വല്ലാത്തൊരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് അവന് തോന്നിയത്. അവൻ പുറകിലേക്ക് തന്നെ ആലോചിച്ചു നോക്കി. തനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ റോസ്മി തൻ്റെ അരികിലുണ്ട്. അവളോടെന്നും തനിക്ക് വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ തൻ്റെ നെഞ്ചിലിട്ടുറക്കിയ പെണ്ണ്. എപ്പോഴും പുറത്തു പോയിട്ട് വരുമ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതാറുണ്ട്. എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ആദ്യം ഓർമ്മിക്കുന്നത് അവളുടെ മുഖമാണ്. അവൾക്കിത് നന്നാകും, അവൾക്കിത് ഇഷ്ടമാകും. അങ്ങനെ ഡയാനയ്ക്കും ഡെയ്സി ചേച്ചിക്കും അങ്ങനെയൊന്ന് താൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്ന് അവൻ ഓർമ്മയിൽ ചികഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ അത് വാങ്ങിക്കൊണ്ട് വരും. അല്ലാതെ ഇത് നിങ്ങൾക്കെന്നും പറഞ്ഞൊരു സാധനവും ഇന്ന് വരെ തനിക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്നാൽ റോസ്മിക്ക് അങ്ങനെയല്ല. അവൾക്ക് ഒരുപാട് സാധനങ്ങൾ തനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത് പറഞ്ഞ് ഡെയ്സി ചേച്ചിയും ഡയാനയും തന്നോട് വഴക്കിന് വന്നിട്ടുണ്ട്. റോസ്മിയോടാണ് ഇച്ചായന് ഇഷ്ടമെന്ന് ഡയാന പറയുന്നത്. ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോഴൊക്കെ അവളെ തിരുത്തി കൊടുക്കുന്നത് അമ്മച്ചിയാണ്. അവനും നമ്മളുമല്ലാതെ വേറെ ആരാണ് അവൾക്ക് വല്ലതും വാങ്ങിക്കൊടുക്കാനെന്നും നിങ്ങൾക്ക് വാങ്ങിത്തരാൻ ആരെങ്കിലുമൊക്കെ ഇല്ലേയെന്നുമൊക്കെ അമ്മച്ചി ചോദിക്കുമ്പോൾ താനും ആ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവളോടൊരിഷ്ടമുണ്ടായിരുന്നു. അവൾക്ക് മുൻപിൽ താൻ എന്നും ഒരു തുറന്ന പുസ്തകമായിരുന്നു. അവൾക്ക് മുൻപിൽ മാത്രം. അമ്മച്ചിയേക്കാൾ കൂടുതൽ അവൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം നടക്കുന്ന പൊട്ടും പൊടിയും എല്ലാം അവളോട് ചെന്ന് പറഞ്ഞില്ലെങ്കിൽ തനിക്കൊരു സമാധാനം വരില്ല. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് അവൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. എല്ലാ കാര്യങ്ങളും താൻ പങ്കുവെക്കുന്നത് ഒരടുത്ത സുഹൃത്തായിരുന്നു അവൾ. പലപ്പോഴും അവൾ പലതിനും പരിഹാരം പറഞ്ഞു തന്നിട്ടുമുണ്ട്. ചിലതൊക്കെ പൊട്ടത്തരങ്ങളായിരിക്കും. എങ്കിൽ പോലും അവൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാനൊരു സുഖം. അവളോടെല്ലാം പറഞ്ഞില്ലെങ്കിൽ ആ സന്തോഷം പൂർണ്ണമാവില്ല. അവളോട് പങ്കുവച്ചില്ലെങ്കിൽ ആ ദുഃഖം വീണ്ടും വർദ്ധിക്കും. അങ്ങനെ അവളുമായി അത്രത്തോളം അടുത്തൊരു ബന്ധമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അതിലെവിടെയും ഒരു പ്രണയത്തിൻ്റെ നാമ്പ് പോലും കണ്ടെത്താൻ ഡേവിഡിന് സാധിച്ചില്ല. ഏത് നിമിഷമാണ് താൻ അവളെ പ്രണയിച്ചതെന്ന് അവൻ അവനോട് തന്നെ ചോദിച്ചു പോയിരുന്നു. ആൽബി പറഞ്ഞതുപോലെ താൻ അവളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ്, എവിടുന്നായിരുന്നു അതിൻ്റെ ഉത്ഭവം? അവൻ അവനോട് തന്നെ തിരയുകയായിരുന്നു. അവനിൽ തന്നെ അവൻ തൻ്റെ പ്രണയത്തെ അന്വേഷിക്കുകയായിരുന്നു. അറിയില്ല, ഓർമ്മകളിൽ എവിടെയും റോസ്മിയെ മറ്റൊരു കണ്ണോടെ ചിന്തിച്ചതായി ഓർക്കുന്നേയില്ല. പക്ഷേ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കണ്ണുകൾ തിരയുന്നത് അവളെയാണ്. തനിക്ക് കൃത്യമായി തരുന്ന ചായ പോലും മറ്റൊരാൾ കൊണ്ടു തന്നാൽ എന്തോ ഒരു ഇഷ്ടക്കേടാണ്. അവൾ അരികിൽ വന്നില്ലെങ്കിൽ എന്തോ പോലെ. അവളെ കാണാതെ അവളോട് സംസാരിക്കാതെ ഒരു ദിവസം പൂർത്തിയാവാത്തതുപോലെ. മൂന്നാറിൽ പോയാലും അവളെ മാത്രം വിളിക്കും. ചിലപ്പോൾ അമ്മച്ചിയെ പോലും വിളിച്ച് സംസാരിക്കില്ല. വെറുതെ അവളെ വിളിച്ച് 2 വാക്ക് സംസാരിച്ച് ഫോൺ വയ്ക്കും. അതെ, തൻ്റെ ആത്മാവിൽ അവൾ ഉണ്ടായിരുന്നു. അവളുടെ സാന്നിധ്യം താൻ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട്. അവൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ വേളയിലാണ് തൻ്റെ പ്രണയം പുറത്തു വന്നത്. അന്ന് അവളെ പെണ്ണ് കാണാനായി മറ്റൊരുവൻ വന്ന ദിവസം താനും അസ്വസ്ഥനായിരുന്നു. അവളുടെ മുഖത്തെ അസ്വസ്ഥത കണ്ട് ഉള്ളിൽ താൻ സന്തോഷിച്ചിരുന്നു. ഈ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പച്ചൻ അവർക്ക് വാക്കു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടോ തൻ്റെ ഇടനെഞ്ചൊന്നു വിലങ്ങി. അതിൻ്റെ കാരണം എന്തെന്ന് അപ്പോൾ അറിയില്ലായിരുന്നു. എല്ലാം അന്വേഷിച്ച് ഉടനെ തന്നെ വിളിച്ചു പറയാമെന്നും അപ്പച്ചൻ പറഞ്ഞപ്പോൾ അകാരണമായൊരു വേദന തന്നിൽ ഉറഞ്ഞുകൂടിയത് എന്തിനായിരുന്നുവെന്ന് തൻ്റെ മനസാക്ഷിയോട് അവൻ വലിയൊരു ചോദ്യോത്തരവേള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷം അവരിറങ്ങിക്കഴിഞ്ഞ്, നല്ല കൊച്ചനല്ലേ, നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് അപ്പച്ചൻ ചോദിച്ചപ്പോൾ
പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ താൻ ഒരു നിമിഷം മൗനമായി പോയത് എന്തുകൊണ്ടായിരുന്നു? അത് അവളോടുള്ള പ്രണയം ഒന്നുകൊണ്ടല്ലേ? അവളെ നഷ്ടപ്പെടുന്നുവെന്ന് തോന്നിയപ്പോഴല്ലേ താൻ അസ്വസ്ഥനായത്? ഉടനെ കുടിക്കുന്നില്ല എന്ന തീരുമാനം മാറ്റി അന്ന് തന്നെ മദ്യത്തിൽ അഭയം പ്രാപിച്ചത്? ഇന്നവൾ അത്രയും അരികിൽ അടുത്തിടപഴകിയപ്പോൾ തൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്ന പ്രണയം മറ നീക്കി പുറത്തു വന്നു. ആ പ്രണയം ഇപ്പോൾ മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അവളെ അത്രയും അടുത്ത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ അവളോട് എന്തൊക്കെയോ മോഹങ്ങളും ചിന്തകളും തോന്നി തുടങ്ങിയിരിക്കുന്നു. തെറ്റാണെന്നറിയാം, മറ്റുള്ളവർ കേട്ടാൽ പഴിക്കുമെന്നും അറിയാം. ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് തൻ്റെ വീട്ടുകാർ ആയിരിക്കുമെന്നും അറിയാം. എല്ലാത്തിലും ഉപരി മറ്റുള്ളവരുടെ മുൻപിൽ ഇതെങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. പക്ഷേ ഡേവിഡിന് റോസ്മിയെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അതൊരു സത്യമാണെന്ന് ഡേവിഡ് ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. പലവട്ടം അവൾക്ക് മുൻപിൽ ഷർട്ടിടാതെ നിൽക്കരുതെന്നും അവൾ പ്രായം തികഞ്ഞ പെൺകൊച്ചല്ലേ എന്നുമൊക്കെ അമ്മച്ചി ചോദിക്കുമ്പോൾ അതിനെന്താ, അവളല്ലേ എന്ന് തിരിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. അതേസമയം ഒരു പ്രായം കഴിഞ്ഞ് ഡയാനയുടെ മുൻപിൽ പോലും ഷർട്ടിടാതെ താൻ പോയി നിന്നിട്ടില്ല. പിന്നെന്തേ അവൾക്ക് മാത്രം അങ്ങനെ ഒരു പരിഗണന താൻ നൽകിയത്? അവൾ തൻ്റെ സ്വന്തമാണെന്ന് അറിഞ്ഞിട്ടോ? അല്ലെങ്കിൽ താൻ അവളുടേതാണ്, അവൾ തന്നെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ലെന്ന് ഉപബോധ മനസ്സ് തന്നോട് മന്ത്രിച്ചിട്ടോ? പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിൽ മിന്നിമറഞ്ഞു. എല്ലാം ഒരു സമസ്യയായി അവസാനിക്കുമ്പോഴും ഒരു കാര്യം മാത്രം അടിവരയിട്ട് മനസ്സുറപ്പിച്ചു കഴിഞ്ഞിരുന്നു: പ്രണയം അത് സത്യമാണ്. റോസ്ബിയോട് അടങ്ങാത്ത പ്രണയം ഡേവിഡിലുണ്ട്. അത് വൈകി മനസ്സിലാക്കാൻ പോയിരിക്കുന്നു എന്ന് മാത്രം. അവൻ തലമുടിയിൽ വിരൽ കൊരുത്തു വലിക്കാൻ തുടങ്ങി. ഹൃദയം വല്ലാതെ തിക്കിമുട്ടുന്നത് പോലെ, ഒരു ശ്വാസം മുട്ടൽ, ആരോടും പറയാൻ പറ്റാത്തതുപോലെ. ഇച്ചായ, ആൽബി വിളിച്ചപ്പോഴാണ് അവൻ പെട്ടെന്ന് ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഇതങ്ങോട്ട് പിടിപ്പിക്കിച്ചായ. കൊണ്ടുവന്ന ഒരു ഗ്ലാസ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അത് ആൽബിയുടെ കയ്യിൽ നിന്നും വാങ്ങി ഒറ്റ വലിക്ക് തന്നെ അവൻ വായിലേക്ക് കമഴ്ത്തിയിരുന്നു. അവൻ്റെ കുടി കണ്ട ആൽബി പോലും അമ്പരന്ന് പോയിരുന്നു. ആദ്യമായി കാണുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇതെന്നാ ഇച്ചായ, ചങ്ക് വാടി പോകുവേ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആൽബി. അങ്ങനെയൊന്നും വാടിപ്പോകുന്ന ചങ്കടൽ അല്ലടാ ഇത്, ഡബിൾ സ്ട്രോങ് ആണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡേവിഡ് പറഞ്ഞപ്പോൾ അവൻ അരികിലായി വന്നിരുന്നു ആൽബി. എന്നതാ ഇച്ചായ, നിങ്ങൾക്ക് എന്നാ ഒരു വിഷമം ഉള്ളതുപോലെ? 2-3 ദിവസമായിട്ട് എന്തോ ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോടെങ്കിലും ഒന്ന് പറ, നിങ്ങൾക്കൊരാശ്വാസം കിട്ടട്ടെ. ആൽബി അവനെ പ്രോത്സാഹിപ്പിച്ചു. ഒന്നുമില്ലടാ, നിനക്ക് തോന്നുന്നതാ. നീ ഒരെണ്ണം കൂടി ഒഴിക്ക്. അവൻ്റെ കയ്യിലേക്ക് ഗ്ലാസ് വച്ച് നീട്ടിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. കുറച്ച് സമയമെങ്കിലും എല്ലാം ഒന്നും മറക്കണം, ഇല്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് അവന് തോന്നിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് മദ്യപിച്ചത്. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോൾ റോസ്മിയാണ്. അവൻ്റെ ഇടനെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ആ ഫോൺ എടുക്കാൻ അവന് പറ്റിയില്ല. എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ. ഫോൺ എടുത്താൽ അവൾക്കെന്തെങ്കിലും മനസ്സിലായാൽ, അവൾ തന്നെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും കരുതിയാൽ, അതൊക്കെ അവനെ ഭയപ്പെടുത്തി കളഞ്ഞിരുന്നു. അവൻ ഫോൺ സൈലൻ്റ് മോഡിലേക്ക് മാറ്റി. ആ ബെല്ല് പൂർണ്ണമായും അടിച്ചു തീർന്നു. അടുത്ത നിമിഷം തന്നെ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. വയ്യ, അവളോട് സംസാരിക്കാൻ വയ്യ. അവളോട് ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്നറിയാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ പ്രണയമാണ് അവളോട്. അതവളോട് പറയാനും വയ്യ. ഇപ്പോൾ സംസാരിച്ചാൽ താൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോയാലോ എന്ന് അവന് ഭയമുണ്ട്. ഉള്ളിൽ കിടക്കുന്ന ലഹരി തന്നെ കൊണ്ട് എന്തൊക്കെയോ ചിന്തിപ്പിക്കുന്നു. തനിക്ക് അവളെ ഇഷ്ടപ്പെട്ടാൽ എന്താണ്? താൻ അവളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ്? ധൈര്യപൂർവ്വം അവളോട് ചെന്ന് കാര്യം പറയണം. ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്നല്ലേ ഉള്ളൂ എന്ന് മനസ്സ് അലമുറയിടുന്നുണ്ട്.
അത് ലഹരി പൂണ്ട മനസ്സാണ് പറയുന്നത്. അപ്പുറത്ത് ബോധ മനസ്സ് തന്നെ വിലക്കുന്നുണ്ട്. നാളെ ഒരിക്കൽ അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ എടുത്തുചാട്ടം കൊണ്ടെത്തിക്കുമെന്നാണ് അവിടെ പറഞ്ഞു തരുന്നത്. ലഹരിയും ബോധ മനസ്സും തമ്മിലുള്ള പിടിവിലിയാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഫോൺ എടുത്താൽ ചിലപ്പോൾ താൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മുന്നും പിന്നും നോക്കാതെ എന്തും ചെയ്യുന്ന പ്രകൃതമാണ് തനിക്ക്. അതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തെ ആ നിമിഷം അവൻ തന്നെ ഭയന്നു തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം. ആ ഫോൺ എടുത്ത് സംസാരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ സമയം മറ്റാരേക്കാളും ഡേവിഡിനെ വിളിച്ച് ഫോണിൽ കിട്ടാതെ വല്ലാത്ത അസ്വസ്ഥതയിലിരിക്കുകയായിരുന്നു. അത് മറ്റൊരാളാണ്, റബേക്ക. എന്നതാ കൊച്ചേ, കുറേ നേരമായല്ലോ നീ ഫോണിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്? എന്നാ പറ്റി? അവളുടെ അടുത്തേക്ക് വന്ന ആൽഫിയുടെ ഭാര്യയായ ബെല്ല ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരാളെ ഫോൺ വിളിച്ചതാ ചേട്ടത്തി. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ്. അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു. കൊച്ചിനെ ഇത്രയും വിഷമിപ്പിച്ച ആ ഫോണിൻ്റെ ഉടമ ആരാണ്? ബെല്ല ചോദിച്ചതും അവളുടെ ചൊടിയിലൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. അത് പറഞ്ഞാൽ ശരിയാവില്ല, റബേക്ക ചിരിയോടെ പറഞ്ഞു. എന്നതാ പറഞ്ഞാൽ ശരിയാവാത്തത്? അവളുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ബെല്ല ചോദിച്ചു. എന്തോ കള്ളത്തരമുണ്ടല്ലോ മോളെ. നീ ഇന്ന് എവിടേക്കാ പോയത്? വിടാൻ ഭാവമില്ലാതെ ബെല്ല ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് ചേച്ചി. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവൾ ബെല്ലയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കുരിശിങ്കലെ ഡേവിഡാണോ നിന്റെ ഫ്രണ്ട്? ബെല്ല ചോദിച്ചതും വിശ്വാസം വരാത്ത പോലെ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കിപ്പോയിരുന്നു റബേക്ക. ചേച്ചിയോട് ആര് പറഞ്ഞു ഞാൻ കണ്ടു നീ ഇന്ന് അവരുടെ കൂപ്പിലേക്ക് കയറി പോകുന്നത്? അന്ന് നീ അയാളുടെ കൂടെ വരുന്നത് കണ്ടു എന്ന് ജോസ് ഏട്ടനും പറഞ്ഞു. ഇന്ന് നീ ഇപ്പോൾ കൂപ്പിലേക്ക് കയറി പോവുകയും ചെയ്തു. എന്താടീ കാര്യം? അയ്യോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചേച്ചി. ആള് നല്ല ജെനുവിനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചേച്ചിയോട് പറയാതിരുന്നത്? ചേച്ചി ചേട്ടായിയോടോ മറ്റോ പറഞ്ഞ് വേറെ വല്ല പ്രശ്നവും ഉണ്ടായാലോ എന്ന് ഓർത്താ. അപ്പച്ചനൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പം നിനക്കറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. എന്നിട്ടും നീ എന്നാത്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാ ഞാൻ ഓർക്കുന്നത്. എങ്ങനെ കാണിച്ചു എന്ന് അവൾ വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നതാണ്. എന്തുദ്ദേശം? മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് റബേക്ക ചോദിച്ചു. മോളെ, നിന്റെ ചേട്ടായുടെ കൂടെ കഴിയുന്നവളാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെയൊക്കെ മട്ടും മാതിരിയും കണ്ടാൽ ഓരോന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് കൂട്ടിക്കോ. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്നാണ് എനിക്കറിയേണ്ടത്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബെല്ല ചോദിച്ചതും അവളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ചേച്ചി ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് പറയാം. കുരിശിങ്കലെ ഡേവിഡ് ജോൺ തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴോ മനസ്സിൽ കയറി കൂടിയതാണ് കുരിശിങ്കലെ ഡേവിഡ് ജോൺ. ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഒരു മാസ് എൻട്രി ആയിരുന്നു. ചേച്ചിയുടെ കെട്ടിയവരുമായിട്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു മുട്ടൻ വഴക്ക്. അന്ന് ഡേവി ചായൻ. എന്ത്? അവളുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ബെല്ല ചോദിച്ചു. ഡേവിഡ് മതിയോ? ബാക്കി പറ. ഡിഗ്രിക്കോ മറ്റോ പഠിക്കുകയാണ്. ചേട്ടായി PG ലാസ്റ്റ് ഇയറാ. ആ സമയത്ത് കോളേജിൽ എന്തോ പ്രശ്നം നടന്ന് ഇവർ രണ്ടുപേരും തമ്മിൽ അടിയായി. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഈ മനുഷ്യനെ കാണുന്നത്. അന്ന് പപ്പയുടെ കൂടെ ഞാനും പോയിരുന്നു പോലീസ് സ്റ്റേഷനിൽ. കാരണം ഞാനും പപ്പയും പള്ളിയിൽ നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. അന്ന് മനസ്സിൽ കയറി കൂടിയത് ആള്. അന്ന് പപ്പയും ആളും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുകൾ നടന്നു. പിന്നെ പള്ളിയിൽ വെച്ചും അല്ലാതെയും ഒക്കെ ഈ വീട്ടിലെ ഓരോരുത്തരുമായിട്ടും ആൾ വഴക്കുണ്ടാക്കി. പക്ഷെ അപ്പോഴൊന്നും ആളെന്നെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ ആളെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ കാലം മനസ്സിൽ കൊണ്ട് നടന്നു. പിന്നെ പഠിക്കാൻ പോയപ്പോൾ മെല്ലെ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു പൊക്കോളൂ എന്ന് ഞാൻ തന്നെ എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ ഇത്രയും വർഷം ഇവിടുന്ന് മാറി നിന്നിട്ട് പോലും ആ ഒരാൾ മാത്രം എൻ്റെ മനസ്സിൽ ഇന്നും വല്ലാത്തൊരു പ്രഭയോട് തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ വരവിനെങ്കിലും എൻ്റെ ഇഷ്ടം ആളോട് പറയണമെന്നോർത്താണ് ഞാൻ വന്നത്. കൃത്യമായിട്ട് വന്നു പെട്ടതോ ആളിൻ്റെ ജീപ്പിൻ്റെ മുൻപിലും. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി.
ഇനി എങ്ങനെയെങ്കിലും പതുക്കെ കാര്യം പറയണം. ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇവിടത്തേക്കാൾ കൂടുതൽ എനിക്കറിയേണ്ടത് പുള്ളിയുടെ മനസ്സാണ്. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വർഷങ്ങളായി നിൽക്കുന്ന രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഇതോടെ തീരുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. എനിക്ക് തുറന്ന് പറയണം ആളോട് എൻ്റെ മനസ്സ്. പക്ഷെ വെറുതെ ചെന്നെന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ നീ ബോഡി പുല്ലേന്ന് പറയുന്ന ടൈപ്പാണ് കുരിശെങ്കിലെ ഡേവിഡ് ജോൺ എന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇഷ്ടപ്പെട്ട സമയം തന്നെ ഞാനൊരു ചിന്ന ഇൻവെസ്റ്റിഗേഷനൊക്കെ പുള്ളിയെ പറ്റി നടത്തിയിരുന്നു. അതിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരെയും വകവയ്ക്കാത്ത ടൈപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതൊരു 100 വട്ടമെങ്കിലും ആലോചിച്ച് വേണമെന്ന് എനിക്കൊരു നിർബന്ധം. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക അല്ലേ? ബെല്ല ചോദിച്ചു. ചേച്ചി വിചാരിക്കുന്ന പോലെ ദിവ്യപ്രേമം കൊണ്ട് കൊടുമ്പിരി കൊണ്ടൊന്നുമല്ല ഞാൻ. എൻ്റെ ഇഷ്ടം ആളോട് പറയണം. കാരണം നാളെ എനിക്കൊരു റിഗ്രറ്റ് തോന്നാൻ പാടില്ലല്ലോ. ഒരു പക്ഷെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്ക് പറ്റുമെങ്കിൽ അതുമായിട്ട് മുൻപോട്ട് പോകണം. ഒരു ടീനേജ് ലവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഇഷ്ടം. അതിപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് റിയൽ ലവ്. അപ്പോൾ അതിൻ്റെ ഉടയോനെ അറിയിക്കേണ്ട ഒരു മിനിമം ബാധ്യതയെങ്കിലും എനിക്കില്ലേ? അതുകൊണ്ട് മാത്രം ഒരു മറുപടി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അതിനു മുൻപ് ആളുമായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലെ ഒരു കാര്യം പറഞ്ഞ് മുൻപിൽ ചെല്ലാൻ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? അതിനു വേണ്ടിയാണ് ഈ ബിസിനസ്സും സ്ഥലത്തിൻ്റെ കാര്യവും ഒക്കെ ആയിട്ട് ഞാൻ പിന്നാലെ നടക്കുന്നത്. വൈകിട്ട് വിളിച്ച് വെറുതെ ഒന്ന് സംസാരിച്ച് നാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്ന് കരുതിയാണ് ഫോൺ വിളിച്ചത്. എവിടെയെങ്കിലും കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുകയായിരിക്കും. കള്ളത്തെമ്മാടി. പുള്ളിയുടെ ഒരു ടൈപ്പ് അനുസരിച്ച് അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ, റെബേക്ക പറഞ്ഞു. അപ്പോഴും അവളുടെ മനസ്സിൽ ആ മുഖം മാത്രം തെളിഞ്ഞു നിന്നു. അങ്ങേയറ്റം പ്രഭയോടെ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.